മദ്യനയത്തിൽ അഴിമതി ആരോപിച്ച് ആപ്പിന്റെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടിരിക്കുന്ന മോദി സർക്കാർ അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യുമോ അതോ അതിന്റെ വിപത്ത് അനുഭവിക്കുമോ? ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കളിക്കാനാണോ കേന്ദ്ര സർക്കാരും അതിനെ നയിക്കുന്ന പാർട്ടിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? പ്രതിപക്ഷത്തെ സകലാർത്ഥത്തിലും മ്യൂട്ട് ചെയ്യാൻ, നിശബ്ദരാക്കാൻ, പ്രവർത്തനശേഷിയില്ലാത്തവരാക്കാൻ ശ്രമിക്കുകയാണോ അവർ? അഴിമതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തേക്ക് വിരൽ ചൂണ്ടാൻ ബി.ജെ.പിക്ക് എന്തുമാത്രം ധാർമ്മിക അവകാശമുണ്ട് എന്ന് ചോദിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തുവരുന്ന ദിവസങ്ങളിലാണ് നമ്മുടെ ചർച്ച. ഈ ചർച്ചയിൽ നമ്മളൊപ്പം ഉള്ളത് ശ്രീ ഷൈബു മഠത്തിൽ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ശ്രീ പി കൃഷ്ണദാസ് ബി.ജെ.പിയിൽ നിന്ന്, കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, ശ്രീമതി ആഭ മുരളീധരൻ ഗവേഷക എന്നിവരാണ്. ആദ്യം ശ്രീ ഷൈബു മഠത്തിൽ, നോക്കൂ, നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷനെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. അകത്തിരുന്നു കൊണ്ട് ഭരിക്കും എന്ന് പറയാൻ എളുപ്പമാണ്, അകത്തിരുന്നു കൊണ്ട് പോരാട്ടം നയിക്കുമെന്ന് പറയാനും ഇപ്പോൾ കഴിയും. പക്ഷേ ബാക്കിയുള്ള നേതാക്കളുടെ കാര്യം അറിയാമല്ലോ, ഇതിന് മുമ്പുണ്ടായിരുന്ന മനീഷ് സിസോദിയ അടക്കമുള്ളവരുടെ. അപ്പോൾ മോദി ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ. അതിനോട് നിങ്ങൾ ഏതറ്റം വരെയാണ് പൊരുത്തി നിൽക്കാൻ കഴിയുക? നോക്കൂ നിഷാദ്, പൊരുതുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനാധിപത്യപരമായി, നിയമപരമായി, രാഷ്ട്രീയമായ പോരാട്ടമാണ് സാധിക്കുക. ഇവിടെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അരവിന്ദ് കെജ്രിവാളിനെ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്ന വാർത്തകൾ 7 ദിവസത്തെ കസ്റ്റഡിയാണ് ശ്രീ കെജ്രിവാളിന് ഇടിക്ക് കൊടുത്തിരിക്കുന്നത്. ആ കസ്റ്റഡി 28-ാം തീയതി അവസാനിക്കും. 28-ാം തീയതി കസ്റ്റഡി അവസാനിച്ചാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ മാത്രമാണ്, ഒരു കസ്റ്റഡിയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് അതിൻ്റെ ഒരു ന്യായം. പക്ഷേ ഇപ്പോൾ CBI പ്ലാൻ ചെയ്യുന്നത് EDയുടെ കസ്റ്റഡി കഴിഞ്ഞാൽ ഉടൻ CBI അറസ്റ്റ് ചെയ്യുക, വീണ്ടും CBI കസ്റ്റഡി ആവശ്യപ്പെടുക. അത് അവസാനിക്കുമ്പോൾ, അത് കഴിയുമ്പോൾ പിന്നെ പുറകെ മറ്റ് കേസുകൾ, പുതിയ കേസുകൾ ചാർജ് ചെയ്യപ്പെടുകയും, പുതിയ കേസുകൾ ഇപ്പോൾ CBIയും EDയും ഇപ്പോൾ ചികഞ്ഞുകൊണ്ടിരിക്കുക. കേജ്രിവാളിനെ ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പൂട്ടിയകത്തിടാമെന്ന്. ഇത് നമ്മൾ റഷ്യയിലും പിന്നെ മുമ്പ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ കണ്ടതുപോലുള്ള രാഷ്ട്രീയമാണ്. അതായത് തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഭരിക്കുന്ന സർക്കാർ എതിരാളികളെ മുഴുവൻ പിടിച്ച് ജയിലിലിടുക എന്നുള്ളത്. ജനാധിപത്യം വളരെ ഗൗരവമുള്ളൊരു സിറ്റുവേഷൻ. ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റ് മാത്രമല്ല, ഏതൊക്കെ തരത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ബുദ്ധിമുട്ടിക്കാമോ? നമ്മൾ കോൺഗ്രസിന്റെ കാര്യം കാണുന്നുണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്ന് പറയുന്നത് അത് ജനാധിപത്യ ഒരു അതിന് സാങ്കേതികമായ ന്യായങ്ങൾ കാണും. പക്ഷെ അങ്ങനെ ഒരു നടപടി ലോകത്തെ പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നും സാധിക്കില്ല. അമേരിക്കയിൽ സാധിക്കുമോ? അല്ലെങ്കിൽ യൂറോപ്പില്, ബ്രിട്ടനിലോ പിന്നെ ഫ്രാൻസിലോ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം അത് ജനാധിപത്യത്തിനെതിരെയുള്ള അറ്റാക്കായി തന്നെയാണ് കാണുക. ഇവിടെ സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് ഇതൊക്കെ ന്യായീകരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിടുകയാണ്. അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ഇവരെ മാറ്റി നിർത്തുക. കേജ്രിവാളിനെ ഡൽഹിയിലെയും പഞ്ചാബിലെയും ഗുജറാത്തിലെയും പിന്നെ ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നൊരു ലക്ഷ്യം മാത്രമല്ല ഉള്ളത്. ഇനി ആരെങ്കിലും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, അത് സ്റ്റാലിൻ ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, മമതാ ബാനർജി ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് പിന്നെ നരേന്ദ്രമോദിക്കെതിരെ നിന്നാൽ, നരേന്ദ്രമോദിയെ നേർക്കുനേരെ നേരിടാൻ തയ്യാറായാൽ, BJPക്ക് ഒരു ഭീഷണിയായി ഏതെങ്കിലും സംസ്ഥാനത്ത് ഉയർന്നു വന്നാൽ അവർ ജയിലിലാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ്, ഭയപ്പെടുത്തുകയാണ്. പക്ഷേ താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരം, സ്ട്രേറ്റ് ആൻസർ ഇതാണ്: ഞങ്ങൾ ഭയപ്പെടുകയില്ല. ആം ആദ്മി പാർട്ടിക്ക് 10 വർഷത്തെ പ്രായമേ ഉള്ളൂ. ഞങ്ങളാരും പൊളിറ്റീഷ്യൻസ് അല്ല. ഞാൻ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരാരും പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇതുവരെ പരിചയമായിട്ടില്ല. ഞങ്ങൾ ഈ രംഗത്തേക്ക് വന്ന സാധാരണക്കാരാണ്, വോളണ്ടിയർമാരാണ്. ഞങ്ങൾ നിയമപരമായ രാഷ്ട്രീയമായുള്ള മുഴുവൻ പോരാട്ട വഴികളും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറുകയില്ല. ഞങ്ങൾ ഗുജറാത്തിൽ BJPയെ നേരിടും, ഞങ്ങൾ ഡൽഹിയിൽ BJPയെ നേരിടും. പക്ഷേ ഷൈബു, ഞാൻ ചോദിക്കുന്നത്, നോക്കൂ, ഇത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ പ്രവർത്തനത്തെ കുറിച്ച് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സർക്കാരുകൾ ഒന്നിനെ പോലെയുള്ള ഒന്നല്ല ഇത്. ഇതിൻ്റെ സ്വഭാവം സമ്പൂർണമായ അർത്ഥത്തിൽ ബഹുസ്വരതയെ വിഴുങ്ങുക എന്നതാണ്. പ്രതിപക്ഷത്തെ ശബ്ദങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, പ്രതിപക്ഷത്തെ നേതാക്കൾക്കൊന്നും വിസിബിലിറ്റി ഉണ്ടാവാൻ പാടില്ല, അവർ ജയിലിന് പുറത്തുണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അങ്ങനെ ഒരു ഭരണകൂടത്തെ നോക്കൂ, നിങ്ങളെക്കാൾ വലിയ പാർട്ടിയായിരുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പറയാണ് രാഹുൽ ഗാന്ധി. അതിന് നേതാക്കൾക്കെതിരെ എല്ലാം കേസെടുത്തിട്ടുണ്ട്. അതിന് നേതാക്കളെ മുഴുവൻ ED കാണിച്ച് ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും നല്ല വിഭാഗം ആളുകളെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. സോ നമുക്ക് പരിചിതമല്ലാത്ത സ്വഭാവത്തിൽ ഉള്ള ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയുമാണ് ഇന്ത്യയിൽ നിന്ന് റൂളിംഗ് പാർട്ടിയായിട്ടുള്ളത്. എത്ര എളുപ്പമായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ജനാധിപത്യ രൂപത്തിലുള്ള പ്രതിഷേധവും അതിൻ്റെ വിജയവും എന്ന് ചോദിക്കുകയാണ് ഞാൻ. നിഷാദെ, എളുപ്പമല്ല. ബുദ്ധിമുട്ടേറിയ കയ്പ് നിറഞ്ഞ പോരാട്ടമാണ് മുന്നിലോട്ടുള്ളത്. അത് വളരെ ഗുരുതരമായ ഇന്ത്യയുടെ ഭാവി കല്ലുമുള്ളം നിറഞ്ഞ ബുദ്ധിമുട്ടേറിയ ഒരു ഭാവിയാണുള്ളത്. കാരണം ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളെ പിടിച്ച് അകത്തിടുന്നത് മാത്രമല്ല, ജയിലിലിടുന്നത് മാത്രമല്ല. നമ്മൾ നോക്കൂ, ബി ജെ പി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന നിയമനിർമ്മാണങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ശ്രീ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. അവർ ശുപാർശ ചെയ്തിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അതായത് എല്ലാ തെരഞ്ഞെടുപ്പുകളും പാർലമെന്റിന്റെ നമ്മൾ ഈ ഒരു സിസ്റ്റം ലോകത്തെ മിക്കവാറും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ മനഃപൂർവ്വമായി വളരെ ഡെലിബറേറ്റായി ഒരു തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് വരുന്നത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ മിഡ് ടേം തെരഞ്ഞെടുപ്പ് വരുന്നത്, അതായത് പാർലമെന്റിലേക്കുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരുന്നത് പ്രസിഡൻഷ്യൽ ടേമിന്റെ കൃത്യം മധ്യത്തിലാണ്. ഇത് എല്ലാ പ്രധാനപ്പെട്ട യൂറോപ്യൻ ജനാധിപത്യ രാജ്യങ്ങളും അങ്ങനെയാണ്. അതിന് കാരണം എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ 3/2 ഭൂരിപക്ഷം വേണം. പല രാജ്യങ്ങളിൽ പലതരത്തിലാണ്. വലിയ ഭൂരിപക്ഷം വേണം. ആ ഭൂരിപക്ഷം ഒരിക്കലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാവരുത്. അതാണ് ജനാധിപത്യത്തിന്റെ പ്രിൻസിപ്പിൾ. ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾ ഒറ്റ സിംഗിൾ പാർട്ടി ഡെമോക്രസി അല്ല. അത് ഉത്തര കൊറിയൻ മോഡലാണ്, അത് റഷ്യൻ മോഡലാണ്. ജനാധിപത്യത്തിന്റെ മോഡൽ മൾട്ടി പാർട്ടി ഡെമോക്രസിയാണ്. അത് എൻഷുർ ചെയ്യാൻ, മൾട്ടി പാർട്ടി ഡെമോക്രസി ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താനാണ് സ്റ്റാഗേർഡ് ഇലക്ഷൻസ് വയ്ക്കുക. അത് പൊളിറ്റിക്കൽ സയൻസിലുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. അത് വളരെ പ്രകടമായി മുൻ രാഷ്ട്രപതിയെ ഒരു അധ്യക്ഷനായി ഒരു കമ്മിറ്റി വെച്ച് അതിനെ ഞങ്ങൾ തകർക്കുമെന്ന് പറയുകയും ആ കാര്യത്തിൽ ഒരു ചർച്ചയും ഗൗരവമുള്ള ഒരു ചർച്ചയും ഇന്ത്യ എന്ന രാജ്യത്ത് ഉണ്ടായില്ല. എന്ത് അത്ഭുതമാണെന്ന് നോക്കൂ. അപ്പൊ അതുപോലെ ഇത് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സിന്റെ ഒരു നീണ്ട നിരയാണ് ഇനി വരാനിരിക്കുന്നത്. ബി ജെ പിക്ക് ഒരു തവണ കൂടെ അധികാരം കിട്ടിയാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയെ നിർമ്മിച്ചിരിക്കുന്ന ഘടന അടിമുടി മാറ്റിമറിക്കും. അത് ഉറപ്പാണ്. അതിനെതിരെ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. അരവിന്ദ് കെജ്രിവാൾ ജയിലില്ലാതോ മനീഷ് സിസോദിയ ജയിലില്ലാതോ അല്ല പ്രധാന പ്രശ്നം ഈ പാർട്ടി ഭരണഘടനയെ മാറ്റിമറിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പാർട്ടിക്കെതിരെ ഒരു പ്രതിരോധം ഉണ്ടാവുന്നില്ല. മുഴുവൻ പ്രതിരോധങ്ങളെയും അവരുടെ ശക്തി ഉപയോഗിച്ച്, അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് ചവിട്ടി ഒതുക്കുകയാണ്, അടിച്ചമർത്തുകയാണ്. അതൊരു വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് താങ്കൾ സൂചിപ്പിച്ച കാര്യം ശരി തന്നെയാണ്. ഈ പോരാട്ടം ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. ഞാനൊന്ന് വരാം. ശ്രീ കൃഷ്ണദാസ്, BJP നേതാവ്. ശ്രീ കൃഷ്ണദാസ്, ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ വാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 17,000 കോടി ഇതിനകം തന്നെ സമ്പാദിച്ചു കഴിഞ്ഞു എന്നതിന്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ തന്നെ പകുതിയിലധികം കമ്പനികളും അവരുടെ ഓഫീസിൽ റെയ്ഡ് നടന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് പൈസ തന്നത്. റെയ്ഡ് നടന്നതിന് ശേഷം പൈസ തരുന്നു, പൈസ തന്നതിന് ശേഷം കേസുകളും നിയമ നടപടികളും ഇല്ലാതാകുന്നു. ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ ഇത് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭരണഘടനാ വിരുദ്ധം, നിയമവിരുദ്ധമെന്ന് കോടതി കണ്ടെത്തിയ ഒരു ഏർപ്പാട് വഴി നിങ്ങൾ പൈസ വാരി കൂട്ടിയതിന് കണക്ക് വരികയാണ്. ഇനി അത് പോട്ടെ, ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഫാർമ കമ്പനി ഉടമ, അയാൾ 5 കോടി രൂപ നിങ്ങൾക്ക് തന്നതിന് ശേഷം അയാൾ മാപ്പുസാക്ഷിയായതിൻ്റെ വിവരം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊന്നും ആരോപണമല്ല കേട്ടോ, വസ്തുതകൾ, വിവരങ്ങൾ, ഡോക്യുമെൻറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ അഴിമതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്നത് തമാശയാണ്. അത് വിട്ടേക്കാം. ഞാൻ ചോദിക്കുന്നത്, അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിയാൽ നിങ്ങൾക്ക് ബദലായി ഉയർന്നു വരാൻ എമർജ് ചെയ്യാൻ സാധ്യതയുള്ള അവസാനത്തെ സംഗതിയെയും തകർത്തു എന്ന കോൺഫിഡൻസ് ആണോ നിങ്ങൾക്ക്? നിഷാദ്, നമ്മുടെ രാജ്യത്ത് 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതാണ്ട് 70കളുടെ തുടക്കം വരെ രാജ്യത്ത് ഒറ്റക്കക്ഷി ഭരണം എന്നുള്ള നിലയിലായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ. പ്രത്യേകിച്ച് കോൺഗ്രസിന് അപ്രമാദിത്വമുള്ള, കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന, പ്രതിപക്ഷങ്ങൾക്ക് വലിയ ശബ്ദമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു 70കളുടെ തുടക്കം വരെ. ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നാമമാത്രമായെങ്കിലും ഈ രാജ്യത്തെ അധികാര സംവിധാനങ്ങളിലേക്കോ അതല്ലെങ്കിൽ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്ക് തുടക്കം കുറിക്കാനെങ്കിലും കഴിയുന്ന ഒരു ഭൂരിപക്ഷം ഉണ്ടാവുകയോ MP മാരെ ലഭിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ
കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പാർലമെന്റിനകത്ത് അവർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനമോ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ നിരയിലേക്കോ വരാൻ കഴിയുന്ന അത്ര എം പിമാരെ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്ത് അവർക്ക് അത്ര എം പിമാരെ കിട്ടിയിരുന്നുവെങ്കിൽ, അതിനുള്ള സംവിധാനം ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്ന ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണമുണ്ടല്ലോ, ആം ആദ്മി പാർട്ടിയുടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച വിഷയം, ആ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവർക്ക് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. മാൻഡേറ്റ് കൊടുക്കാതെ ജനങ്ങളുടെ ജനകീയ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടാതെ എം പിമാരുടെ എണ്ണമില്ലാതെ നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണ്? മറ്റൊന്ന്, നിഷാദ് എന്നോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ശ്രീ മനീഷ് സിസോദിയ എത്ര നാളായി ജയിലിൽ കിടക്കുന്നു? എന്തായിരുന്നു പ്രധാനപ്പെട്ട കാരണം? അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്ത് അഴിമതി ആരോപണം വന്ന സമയത്ത് അദ്ദേഹം റിമാൻഡിലാകിയതിനു ശേഷം എത്രയോ കോടതികളെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. സുപ്രീം കോടതിയെ സമീപിച്ചില്ലേ? ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായോ? അപ്പൊ കോടതികളിൽ നിയമപരമായി പോരാടുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സാധാരണ കോടതിയിൽ അദ്ദേഹം പോയി. ശരിയാണ്. സുപ്രീം കോടതി എന്താണ് ആ കേസിൽ നിരീക്ഷിച്ചത് എന്നത് ശ്രീ കൃഷ്ണദാസ് താങ്കൾക്ക് അറിയാത്തതാണോ? ഇ ഡിയുടെ വേഗത്തിലൊന്നും ജാമ്യം കിട്ടാത്ത നിയമക്കുരുക്കിലാണ് ഇ ഡി കേസിൽ കുടുങ്ങുന്ന ആളുകൾ മുഴുവൻ പെടുക. ഇ ഡി കേസിൽ കുടുങ്ങിയ ആളുകൾക്ക് അതിവേഗത്തിൽ ജാമ്യം കിട്ടുക എന്ന എളുപ്പമുള്ള ഏർപ്പാടല്ല. ഇ ഡി നിയമത്തിന്റെ കുരുക്ക് അത്ര വലുതാണ്. നമുക്ക് അതിന്മേൽ വേറെ സംസാരിക്കാൻ വേണമെങ്കിൽ. കോടതി എന്താ പറഞ്ഞത്? മനീഷ് സിസോദിയക്കെതിരെ നിങ്ങൾ കണ്ടെത്തിയ തെളിവ് എന്താണ് എന്ന് ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇ ഡിക്ക്. ഞങ്ങളുടെ കയ്യിൽ സാക്ഷി മൊഴികളുണ്ട്, കുറ്റസമ്മത മൊഴിയുണ്ട് എന്നൊക്കെ പറയാണ്. എന്താണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് എന്താണെന്ന് ചോദ്യത്തിന് സുപ്രീം കോടതിയിൽ മറുപടി പറയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ സുപ്രീം കോടതിയിൽ പോയിട്ടും കിട്ടിയോ ജാമ്യം, അത്ര വലിയ കുറ്റം അയാൾ ചെയ്തു എന്ന് ഒഴുക്കൻ മട്ടിൽ താങ്കൾ പറഞ്ഞു പോവരുത്. ഇനി എനിക്ക് പറയാമോ? അല്ല, എനിക്ക് പറയാമോ? പറയൂ പ്ലീസ്. അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിഷാദ്? ഞാൻ കേൾക്കുന്നു ശ്രീ കൃഷ്ണദാസ്, താങ്കൾ പറയൂ. അതെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് സുപ്രീം കോടതിയിൽ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഒരു പരാമർശമുണ്ടായി എന്നിരിക്കട്ടെ. പരാമർശമാണോ ഉത്തരവ്? കോടതികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത്, വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സമയത്ത്, കോടതികളിൽ അന്വേഷണ ഏജൻസിയും പ്രതിഭാഗവും അവരുടെ വാദമുഖങ്ങൾ ഉയർത്തുന്ന സമയത്ത് എത്രയോ വിഷയങ്ങൾ കോടതിയിൽ ഉയർന്നു വരും, എത്രയോ സംശയങ്ങൾ കോടതി ചോദിക്കും. അതല്ലല്ലോ ഉത്തരവ്. എന്തായിരുന്നു ഉത്തരവ്? കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ അനുസരിച്ചാണെങ്കിൽ എല്ലാ പ്രതികളും പുറത്തു വരില്ലേ പിറ്റേ ദിവസം തന്നെ? എല്ലാ പ്രതികളുടെയും വക്കീലന്മാർ അതല്ലേ സൂചിപ്പിക്കുക, അഭിഭാഷകർ അതല്ലേ വാദിക്കുക? അതനുസരിച്ചല്ലല്ലോ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം. കെജ്രിവാളിന് ഇന്നലെ 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടു, 7 ദിവസത്തെ കസ്റ്റഡി കൊടുത്തു. അതിനു മുൻപ് കെ കവിത അടക്കമുള്ള ആളുകൾ ഇതേ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകത്ത് കിടക്കുക. എന്താണ് ഒരു പ്രതി അകത്ത് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? അഴിമതി കേസിൽ ഞങ്ങൾ പുണ്യവാളന്മാരാണെന്നാണ് ആം ആദ്മിക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ പുണ്യവാളത്വം തെളിയിച്ചുകൊണ്ട് അവരുടെ മനീഷ് സിസോദിയ പുറത്തു വരണ്ടേ? എന്താ പുറത്തു വരാത്തത്? അപ്പൊ അങ്ങനെയൊന്നും വേഗത്തിൽ തെളിയിക്കാൻ കഴിയുന്നതല്ല ഇഡിയുടെ കേസിന്റെ സ്വഭാവം. ഇഡി കേസിൽ സാക്ഷി മൊഴി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾ പറയണം എൻ്റെ കൂടെ മറ്റേ ആളും ഉണ്ടായിരുന്നു, അയാളുടെ മൊഴി മതി. ഗുരുതര സ്വഭാവമുള്ളതാണ് ഇ ഡി കേസിലെ സംഗതികൾ. ഇപ്പം നോക്ക്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിങ്ങൾ അരബിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആളെ പിടിക്കുന്നു, അയാളെ പ്രതി ചേർക്കുന്നു. അപ്പോൾ അയാളുടെ കമ്പനി 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു, BJPക്ക് തരുന്നു. വളരെ പെട്ടെന്ന് അയാൾ മാപ്പുസാക്ഷിയാകുന്നു, അയാൾ രക്ഷപ്പെടുന്നു. അങ്ങനെ രക്ഷപ്പെട്ട പരശതം കമ്പനികളുടെ പേര് ഞാൻ വേണമെങ്കിൽ ഈ ചർച്ചയിൽ വായിക്കാം. സിയാൻഡേജ് റിപ്പോർട്ട് പോലെയുള്ള കുഴപ്പം പിടിച്ച കമ്പനികൾ, കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനികൾ, കടലാസ് കമ്പനികൾ, നിങ്ങൾക്ക് പൈസ തന്ന് രക്ഷപ്പെട്ടവർ, നിങ്ങൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചവർ ഏറെ ഉണ്ട്. ആ നിങ്ങൾ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ തമാശ തോന്നുന്നുണ്ട്, ടു ബി ഫ്രാങ്ക്. എന്നിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടേത് ഒരു രാഷ്ട്രീയ വേട്ടയാണ്, അഴിമതിക്കെതിരായിട്ടുള്ള കുരിശ് യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ട് കാലത്ത് ജനത്തെ ചിരിപ്പിക്കരുത്. നിഷാദ്, അങ്ങേക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. കാരണം അങ്ങാണ് ഈ ചർച്ചയുടെ നായകൻ. അങ്ങേക്ക് എന്തും പറയാം ചർച്ചയിൽ. പക്ഷേ യാഥാർത്ഥ്യങ്ങൾക്ക് അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ ഏതൊരു അന്വേഷണ ഏജൻസി, അത് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ കൂടി നമ്മുടെ ഈ സംസ്ഥാനത്ത് എത്രയോ ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു,
എത്ര ആളുകൾ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവരിൽ പല ആളുകളും മാപ്പുസാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോയിട്ടുള്ളത്. എന്താണ് മാപ്പുസാക്ഷി? ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യത്തിന്റെ കൂടെ നിന്ന് കുറ്റം ചെയ്യുന്നയാൾ പിന്നീട് തുറന്നു പറയുന്നു അന്വേഷണ ഏജൻസികളോട്, ഞാൻ കുറ്റം ചെയ്തപ്പോൾ എന്റെ കൂടെ ഇന്ന ആളും ഉണ്ടായിരുന്നു. അതാണല്ലോ മാപ്പുസാക്ഷി. അങ്ങനെ കുറ്റം ഈ പറയുന്ന അരവിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡിക്ക് ആദ്യം കെജ്രിവാളിനെ കണ്ടിട്ട് പോലുമില്ല ഞാൻ എന്നതായിരുന്നു നിലപാടും മൊഴിയും. പക്ഷേ 5 കോടി കൊടുത്ത് പിന്നീട് മാപ്പുസാക്ഷിയാകുമ്പോൾ കെജ്രിവാളിനെ കണ്ടു, കെജ്രിവാളിനെല്ലാം അറിവുണ്ട് എന്ന സാക്ഷിയായിട്ട് അയാൾ മാറുകയാണ്. നമ്മളിതിന്റെ ക്രോണോളജി മുഴുവൻ നല്ലപോലെ ഓർമ്മയുള്ളവരല്ലേ ശ്രീ കൃഷ്ണദാസ്? നിഷാദെ, നമ്മുടെ രാജ്യത്ത് എല്ലാ കുറ്റം ചെയ്യുന്ന ആളുകളും ആദ്യം പറയുക ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു കുഴപ്പം. കെജ്രിവാൾ അതല്ലേ പറയുന്നത്, ഞാനൊരു കുഴപ്പം ചെയ്തിട്ടില്ല, ഞാൻ പുണ്യവാളനാണ്, ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കും. ഈ രാജ്യത്ത് സമൻസ് കിട്ടിയാൽ, ഒരു നോട്ടീസ് കിട്ടിയാൽ, അന്വേഷണ ഏജൻസിയിൽ നിന്നൊരു നോട്ടീസ് ലഭിച്ചാൽ, കോടതിയിൽ നിന്നൊരു പരാമർശമുണ്ടായാൽ രാജിവെച്ചിട്ടുള്ള നാടാണ് കേരളം. ശ്രീ KP വിശ്വനാഥൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നല്ലോ, അദ്ദേഹത്തിനെതിരെ വനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പരാമർശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പരാമർശങ്ങളുടെ പേരിൽ അന്വേഷണ ഏജൻസികളുടെ ഉമാഭാരതി നേരത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവർക്കൊരു നോട്ടീസ് കിട്ടി അന്വേഷണ ഏജൻസിയിൽ നിന്ന്, പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പഴയ കഥയിലെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ഒരു BJP-യുടെ MP ഉണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള. അയാൾക്കെതിരെ എന്തെല്ലാം തരത്തിലുള്ള കമന്റ്സ് ഏതെല്ലാം ഏജൻസികളുടെ ഉണ്ട്, ആരെല്ലാം ഉയർത്തിയതാണ്, എന്നിട്ട് അയാൾ രാജിവെച്ചോ, അയാൾക്കെതിരെ അന്വേഷണമുണ്ടോ, അറസ്റ്റ് ഉണ്ടോ, വല്ല നടപടിയുണ്ടോ? നിങ്ങൾ മോദിയുടെ കാലത്ത് അതൊന്നും ഇല്ലാന്ന്. മോദിയുടെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് MP ആണല്ലോ. നിങ്ങൾ തൊട്ടിട്ടുണ്ടോ അയാളെ? നിങ്ങൾ അയാൾ രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അയാൾ ഫുള്ളി പ്രിവിലേജ്ഡ് ആയിട്ട് ജീവിക്കല്ലേ ഇപ്പോഴും. നിങ്ങളുടെ സൗകര്യം അല്ല, എന്നോട് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ നെറേറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. അന്വേഷണ ഏജൻസികൾ നോട്ടീസ് കൊടുത്തതിന്റെ പേരിൽ രാജിവെച്ചിട്ടുള്ള രാഷ്ട്രീയ ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട്. അല്ല, അങ്ങനെ രാഷ്ട്രീയ ചരിത്രമുള്ള കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കും എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെ രാഷ്ട്രീയ വേട്ടയ്ക്ക് ധാർമ്മികത ഇല്ലെങ്കിൽ അതിന് തിരിച്ചുള്ള പ്രതിരോധങ്ങൾക്കും ധാർമ്മികത ആ നിലയ്ക്ക് ഉണ്ടാവും മനസ്സിലാക്കിയ പോലെ. അതിൽ എന്ത് ധാർമ്മികതയുണ്ട്? അല്ല, നിങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒരു വശത്തേക്ക് മാത്രം തിരിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ കൂട്ടക്കാർക്കും നേരെ ഒരു അന്വേഷണവും നടത്താത്ത, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണം വാരി സമ്പാദിക്കാൻ നിയമങ്ങൾ മാറ്റുന്ന, ഇവിടുത്തെ നിയമങ്ങൾ തിരുത്തു വരുത്തുന്ന നിങ്ങൾക്കാകാമെങ്കിൽ പിന്നെ നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധവും അസാധാരണമായിരിക്കും. നിങ്ങളുടെ ഭരണം അസാധാരണ സ്വഭാവമുള്ളതാണ്. 6 വർഷം കൊണ്ട് നിങ്ങൾ 7000 കോടി വാരിക്കൂട്ടിയ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയത് പരമോന്നത കോടതിയാണ്. അപ്പോൾ നിയമപരമായ അഴിമതിക്ക് വേണ്ടി നിങ്ങൾ നിയമത്തിന് തിരുത്തു വരുത്തി. ഈ രാജ്യത്തെ 3 നിയമങ്ങൾ നിങ്ങൾ വെട്ടിത്തിരുത്തു വരുത്തി. നിങ്ങൾ കാശുണ്ടാക്കി, നിങ്ങൾ കമ്പനികൾക്ക് അഹിതമായ സഹായം ചെയ്തു കൊടുത്തു. ഈ രാജ്യത്തെ കൊള്ളയടിച്ച കമ്പനികൾക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നിർത്തിവെച്ചു. അത് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങളെ പ്രതിരോധിക്കാൻ അസാധാരണമായ മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരില്ലേ? നമ്മുടെ രാജ്യത്ത് അങ്ങനെ അസാധാരണ മാർഗം ഉപയോഗിച്ചൊരു സംസ്ഥാന ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കോടിയുടെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി. ഇവിടുത്തെ ഏതെങ്കിലും മന്ത്രി രാജിവെച്ചോ? ഇവിടുത്തെ ആളുകൾ രാജിവെച്ചോ? മാസപ്പടി വിവാദം അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായോ? അന്വേഷിക്കാൻ അന്വേഷിച്ച കേസ് കൊടുത്ത സർക്കാർ ഈ കേസ് അന്വേഷിക്കേണ്ടതില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതില്ല. ഇത് പറഞ്ഞ സംസ്ഥാന സർക്കാരാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. നിഷാദ്, ഈ രാജ്യത്തല്ലേ പത്രപ്രവർത്തനം നടത്തുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ആരോപണമുണ്ട്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണത്. നിങ്ങൾക്ക് പോലും ഒരു ഫൈൻഡിങ്ങിൽ എത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന സമയം 6-7 മാസത്തെ സമയമാണ്. SFIO എന്ന് പറയുന്ന ഏജൻസി അന്വേഷിക്കുന്നു. എവിടെയാണത് എത്തിയത് അറിയില്ല. അതിന് മുമ്പ് എപ്പോഴാണ് SFIO അന്വേഷിക്കാൻ ഇറങ്ങിയത് തന്നെ? അത് വന്നിട്ട് പിന്നെ 1 വർഷത്തോളം കഴിഞ്ഞിട്ടാണ്. നിഷാദ്, അതുകൊണ്ട് ആം ആദ്മിക്കാരൻ നിങ്ങളുടെ ഭാഷയിൽ ഒരു പ്രശ്നമില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ്. എന്നാ പിന്നെ മനീഷ് സിസോദിയക്ക് പുറത്തിറങ്ങി പോകുന്നൂടെ? അങ്ങനെയൊന്നും പുറത്തിറങ്ങി പോരാൻ പറ്റാത്ത കുരുക്ക് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ മദ്യനയ അഴിമതിയിലെ പ്രശ്നം, നിങ്ങൾ 2G സ്കാമിൽ ഗുരുതര അഴിമതി പറഞ്ഞവരാ. എന്നിട്ട് 2G സ്കാമിൽ നിങ്ങൾ ആരെയാ കണ്ടെത്തിയത്? ഏത് അഴിമതിയാ കണ്ടെത്തി ശിക്ഷിച്ചത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് പ്രതലത്തിലാണ് നിൽക്കുന്നത്? ശ്രീ കൃഷ്ണദാസ്, നിങ്ങൾ ധാർമ്മികതയുടെ ഏത് പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനോട് അഴിമതി വിരുദ്ധതയെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന കാര്യം അവിടെ ഉള്ളത്? ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ ഈ റൗണ്ട് എന്ന്. നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്. നിജേഷ്, ഈ ആം ആദ്മി പാർട്ടി നേതാവിന്റെ അറസ്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ശരി കൃഷ്ണദാസ്, ഓക്കെ, ഞാനൊന്ന് വരാം. അല്ല ശ്രീ നിജേഷ്, ഈ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട്
BJP ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിടാൻ തീരുമാനിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട സീരീസിലെ ഏറ്റവും ശ്രദ്ധേയമായ, അസാധാരണമായ, ഗൗരവമുള്ള ഒരു എപ്പിസോഡാണ് ഇത്. പ്രതിപക്ഷത്തെ ആകെ വേട്ടയാടാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ കാണുന്നത്, അതോ ആം ആദ്മി പാർട്ടി ഒരു ത്രെട്ടാണ്, അവരെയാണ് പൂട്ടേണ്ടത്, അവരൊരു പുതിയ പാർട്ടിയാണ്, പുതിയ ഒരു സംസ്കാരമാണ്, പുതിയ തരത്തിൽ ആളുകളെ സ്വാധീനിക്കുന്ന ഒന്നാണ്, മറ്റേതിനേക്കാളും വലിയ ത്രെട്ടായിട്ട് അത് വരാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. 2, പ്രതിപക്ഷത്തെ മോദിക്കെതിരായിട്ടുള്ള പോരാട്ടം ചില്ലറക്കളിയല്ല എന്ന് മനസ്സിലാക്കി തരുന്നതിൽ ഈ എപ്പിസോഡ് എന്ന് മാത്രം സഹായിച്ചിട്ടുണ്ട്. ഒന്ന്, നിഷാദ്, 2 ദിവസം മുമ്പ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ഇരുന്ന ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്. ഇത് കേവലം ഒരു കോൺഗ്രസിനെതിരെയുള്ള നീക്കമല്ല, ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം ഇല്ലാതാക്കുന്ന അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയാണ്. അത് അരവിന്ദ് കെജ്രിവാളാണോ രാഹുൽ ഗാന്ധിയാണോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ ഒരു MP സ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടി പിറകെ കൂടിയ പാർട്ടി ഇപ്പോൾ അധികാരത്തിൻ്റെ, ഇന്ത്യൻ്റെ ജനാധിപത്യത്തെ വിറ്റ അധികാരത്തിൻ്റെ അപ്പകഷ്ണം തിന്നുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഗുജറാത്തിലെ കോടതി, ഗുജറാത്തിലെ ഹൈക്കോടതി എല്ലാം തള്ളി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി ഏതോ ഒരു ഘട്ടത്തിൽ കാംക്ഷിച്ചു. അദ്ദേഹം വീണ്ടും MP ആയി. കാരണം എന്തായിരുന്നു? രാഹുൽ ഗാന്ധി പറയാൻ പാടില്ല നരേന്ദ്രമോദിക്കെതിരെ. DK ശിവകുമാർ, ഇത് അടുത്ത കാലത്ത് സുപ്രീം കോടതി DK ശിവകുമാറിനെതിരെയുള്ള കേസ് അത് ഇല്ല, അതിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. എത്ര ദിവസമാണ്? ഏകദേശം 3 മാസക്കാലമാണ് DK ശിവകുമാർ ജയിലിൽ കിടന്നത്. അന്ന് മുഴുവൻ പ്രലോഭനം DK ശിവകുമാറിനോട്, കർണാടകയുടെ മുഖ്യമന്ത്രിയാകുന്നോ അതോ ജയിലിൽ കിടക്കണോ? അദ്ദേഹം പറഞ്ഞ ജയിലിൽ കിടക്കാം. അങ്ങനെ ആർജവമുള്ള നേതാക്കന്മാരുടെ എണ്ണം കുറവാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇന്ത്യയുടെ ജനാധിപത്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. സ്വച്ഛന്തമായി ഒഴുകിയിരുന്ന ഒരു ജനജീവിതമാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത്. 7.5 പതിറ്റാണ്ട് നമ്മൾക്കൊക്കെ അറിയാം, ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് വാങ്ങി നേടിയെടുത്ത് തന്ന സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ജനാധിപത്യം 7.5 പതിറ്റാണ്ട് സ്വച്ഛന്തമായി ഏകദേശം കുഴപ്പമില്ലാതെ ഓടി. ഇന്ന് അതിൻ്റെ ഏറ്റവും ഭീതിതമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. സുപ്രീം കോടതി ആ SBIയുടെ ജൂൺ 30 എന്ന് പറയുന്ന ഡേറ്റ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ എനിക്കും നിഷാദിനും ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് BJPയുടെ പ്രതിനിധി എത്ര കൂളായിട്ടാണ് മാപ്പ് സാക്ഷി എന്ന് പറയുന്നത്. നമ്മൾ ഈ 2022 നവംബർ മാസം 10-ാം തീയതി ശരത് ചന്ദ്ര റെഡ്ഡി എന്ന ആന്ധ്രക്കാരനെ, അരവിന്ദ ഫാർമയുടെ ഉടമസ്ഥനെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു. 5-ാമത്തെ ദിവസം അദ്ദേഹം 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു, BJPക്ക് കൊടുക്കുന്നു. അദ്ദേഹം മാപ്പുസാക്ഷിയാകുന്നു. പിന്നീട് അദ്ദേഹം 34 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കുന്നു. പണമുണ്ട് എങ്കിൽ ആർക്കും എന്തുമാവാം. ആ റെഡ്ഡിയുടെ വാക്കുകൾ വെച്ചുകൊണ്ടാണ് FIR ഇട്ടുകൊണ്ട് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുന്നത്. എവിടെ എത്തി ഇന്ത്യ രാജ്യം? പണം കൊടുത്ത് വാങ്ങാം. നമ്മൾ കണ്ടില്ല മനുഷ്യ ജീവനെ ഇന്ത്യ രാജ്യം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചയിൽ വന്ന അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യം, കോവിഡ് കാലത്ത് നരേന്ദ്രമോദിയുടെ ആക്ഷൻ, അഭിനയം കണ്ട് അതിന് കീഴിൽ നിന്ന ആളുകളാണ് നമ്മൾ. പാത്രം മുട്ടി കോവിഡിനെ ഓടിച്ച അദ്ദേഹത്തിന്റെ ആർജവം ഇന്നും BJPക്കാരൻ ചർച്ചയിൽ പറയും, ഞങ്ങളുടെ ആർജവം. ആ കാലഘട്ടത്തിൽ 3 ഫാർമ കമ്പനികൾ, 3 സിപ്ല ഉൾപ്പെടെയുള്ള 3 ഫാർമ കമ്പനികൾ, സിപ്ല, ഹെട്രോ ലാബ്സ്, സൈബസ് ഹെൽത്ത് കെയർ, ഈ 3 ആളുകളെ പിടിക്കപ്പെട്ടത് കോവിഡ് കാലത്ത് ഏറ്റവും മോശം മരുന്ന് കൊടുത്ത, അന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ റെമഡിസിവിർ പോലെയുള്ള മരുന്നുകൾ കൊടുത്ത് അത് മനുഷ്യജീവന് അപകടമാകുന്നു എന്നറിഞ്ഞ് പിടിക്കപ്പെട്ട് ബീഹാറിൽ പിടിച്ച് ഗുജറാത്തിലെ കമ്പനിക്കെതിരെ അന്വേഷണം പോയി നിൽക്കുന്ന സമയത്ത് ആ അന്വേഷണം എവിടെയും എത്തിയില്ല. കാരണം ആ ഘട്ടത്തിൽ ഹെട്രോ ലാബ്സ് 34 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട്, സിപ്ല 14 കോടി, ആദ്യം 25 കോടി, പിന്നെ സൈബൽ 29.5 കോടി. ഇന്ത്യയിലെ എല്ലാ ഫാർമയും കൂടി 1000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്തത്. എത്ര ശാസ്ത്രീയമായ അഴിമതിയാണ്! ഇന്ത്യ രാജ്യത്തെ വിലക്കെടുക്കാൻ, ഇന്ത്യയുടെ മനുഷ്യന്റെ ജീവൻ പോലും ഇല്ലാതാക്കുന്ന അഴിമതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ അഴിമതിയുടെ ഞങ്ങൾക്കൊരു ചെറിയ ആശ്വാസം, എത്ര പഴുതടച്ച് നീങ്ങിയാലും ഏതെങ്കിലും ഒരു ചെറിയ പഴുത് ബാക്കിയുണ്ടാവും. ആ പഴുത് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള അഴിമതികളാണ്. ഇനി നിഷാദ് ചോദിച്ച 2ാമത്തെ ചോദ്യം, ഇതൊരു കേജ്രിവാളിന്റെ പ്രശ്നമല്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ കോൺഗ്രസ് ഏത് കാലത്തും പ്രതിപക്ഷ ശബ്ദത്തെ കേട്ടിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ക്ലാസിക്കൽ എക്സാമ്പിൾ, AK ഗോപാലനെ നെഹ്റു അന്ന് കൺസിഡർ ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ഓണർ ചെയ്തത്, എപ്പോഴും പറയുന്നത് നമ്മളൊക്കെ പറയാറുണ്ട്. എപ്പോഴും രാഷ്ട്രീയമായി എതിർ ശബ്ദത്ത് നിൽക്കുന്ന സമയത്ത്
റെസ്പെക്റ്റഡ് AKG എന്ന് പറഞ്ഞ ഒരു നെഹ്റു, അത് കേട്ട് വളർന്നവരാണ് നമ്മൾ. ഇന്ത്യയുടെ ജനാധിപത്യം അതായിരുന്നു. നമ്മളിങ്ങനെ വളർന്നു വലുതായി പോകുമ്പോൾ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിൽ ഓരോ പ്രധാനമന്ത്രിയെയും വെടിവെച്ച് കൊല്ലുന്ന, ജയിലിലിട്ടുന്ന, തൂക്കിക്കൊല്ലുന്ന കഥ കണ്ടുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് പഠിപ്പിച്ച ആളുകളാണ് നമ്മൾ. ആ സ്വസ്ഥമായി ജീവിച്ച ഇന്ത്യ അരാജകത്വത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ EVM കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വ്യക്തിപരമായി എനിക്കൊക്കെ വിശ്വസിക്കാൻ ആദ്യഘട്ടത്തിൽ പ്രയാസമുണ്ടായിരുന്നു. കാരണം ടെക്നോളജിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു ചിന്തിക്കുന്നു. മധ്യപ്രദേശ് ഇലക്ഷനകത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഇലക്ഷനകത്ത് നേരത്തെ അഹങ്കാരത്തോടു കൂടി പറഞ്ഞ 45 സീറ്റേ കോൺഗ്രസിനുള്ളൂ എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ ഭാഷ വരാനുള്ള കാരണം ഒരു സംശയവുമില്ല, അട്ടിമറിക്കപ്പെട്ട ജനാധിപത്യമാണ്. ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയും അഴിമതി നിയമപരമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് പ്രതിപക്ഷത്തിന് വലിയ വിപത്ത് വഴികൾ താണ്ടേണ്ടി വരും എന്നതാണ്. ഞാനൊന്ന് അപ്പുറത്തൂടെ പോയിക്കോട്ടെ, ഞാനൊന്ന് വരാം. ശ്രീ നിജേഷ്, ശ്രീമതി ആഭ, ഞാൻ അല്പം ലേറ്റായിപ്പോയി, സോറി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തെ സർക്കാർ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഫാക്ടറിനെ നമുക്കറിയാവുന്ന ഒരു അതിവേഗത്തിൽ ഇന്ത്യയിൽ വളർച്ച നേടുന്ന ഒരു പാർട്ടിയാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ദേശീയ പാർട്ടി സ്റ്റാറ്റസിലേക്ക് അതിന് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പോപ്പുലാരിറ്റിയിൽ കാര്യമായ ഇടിവുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ വികസിക്കുന്നതാണ് കാണുന്നത്. സോ ആം ആദ്മി പാർട്ടി ഒരു സ്പെഷ്യൽ ടാർഗറ്റാണോ കേന്ദ്ര സർക്കാരിൻ്റെ, മോദിയുടെ? സ്പെഷ്യൽ ടാർഗറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം പല പൊളിറ്റിക്കൽ ഫാക്ഷൻസ് ഉണ്ടല്ലോ ഇന്ത്യ ബ്ലോക്കിൽ. മമതാ ബാനർജിയും ഒരു നല്ലൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ പാർട്ടി TMCയുടെ ഒരു സ്പേസ് ഉണ്ട് നാഷണൽ പൊളിറ്റിക്സിൽ. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു കരിസ്മ വൺ കാൺ ഡിനൈറ്റ്. അത് വെറും ഡൽഹി അല്ല, ഡൽഹി പോലത്തെ ഉള്ള ഒരു അർബൻ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ ഇപ്പം വെസ്റ്റേൺ ഉത്തർപ്രദേശ് ആ ഭാഗത്ത് പോലും അദ്ദേഹത്തിന്റെ ഐഡിയാസിന് ഒരുപാട് റെലവൻസ് ഉണ്ട്. ആൾക്കാർക്ക് അദ്ദേഹമായിട്ട് ഒരു ഒരു റിലേറ്റബിലിറ്റി ഉണ്ട്. പിന്നെ പഞ്ചാബ് ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും കേരളമാണെങ്കിലും ആസ് എ സ്റ്റേറ്റ്സ്മെൻ ഒരു റെലവൻസ് ഉണ്ട്. അതായത് ബിയോണ്ട് ലീഡർ, ഒരു ലീഡർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, സ്റ്റേറ്റ്സ്മെൻ ആസ് ഇൻ ചീഫ് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആണ് അരവിന്ദ് കെജ്രിവാൾ. അത് ആരാണെങ്കിലും അത് മാത്രമേ പറയുള്ളൂ. ഇപ്പം ഫോമർ ലെഫ്റ്റനന്റ് ഗവർണർ ആണെങ്കിലും ഇവരെല്ലാവരും അത് തന്നെ പറയുള്ളൂ. സോ ഡെഫിനറ്റ്ലി യെസ്, ഹിസ് എ സ്ട്രോങ് കണ്ടന്റർ. അപ്പോ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് ഒരാളെ ഇപ്പം നമ്മളിപ്പം അരവിന്ദ് കെജ്രിവാളിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ലെറ്റ്സ് പ്ലീസ് ഓൾസോ റിമെമ്പർ ദാറ്റ് ഇന്ന് CBIന്റെ റെയ്ഡ് നടന്നിട്ടുണ്ട് മഹുവ മൊയ്ത്രയുടെ വീട്ടിൽ. സോ എവ്രി കണ്ടന്റർ ഹു വാണ്ട്സ് ടു ഫൈറ്റ് ദി ഇലക്ഷൻ അവരെ താഴ്ത്തുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. പക്ഷെ അതിൽ വേറെ പല കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. ഇലക്ടോറൽ ബോണ്ട്, ഞാൻ ഒരു ചെറിയൊരു കറക്ഷൻ, അത് എനിക്ക് തോന്നുന്നു ഇനിയും കൂടാൻ പോകുന്നേ ഉള്ളൂ. 7,000 അല്ല, ഏകദേശം 8,200 കോടി ആണ് നമ്മളിപ്പം നിൽക്കുന്നത്. വേറെ ബിജെപിയുടെ കയ്യിൽ മാത്രം ഇരിക്കുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇപ്പൊ മധ്യപ്രദേശിലാണെങ്കിലും 2019 ഇലക്ഷൻസ്, ഐ മീൻ ഇറ്റ്സ് വെരി ഈസി ഫോർ പീപ്പിൾ ഫ്രം BJP ടു കോട്ട് ഹിസ്റ്ററി. ചരിത്രം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ കഴിഞ്ഞ ഇലക്ഷൻസിന് എവിടുന്നാണ് കാശ് വന്നതെന്നുള്ളത് ചോദിക്കുമ്പോൾ ആ കാശ് വെച്ചിട്ടാണല്ലോ BJP ജയിച്ചത്. അതെങ്ങനെ, ആരെ വാങ്ങിച്ചിട്ടാണ്, എവിടുന്നാണ് ഈ കാശ് വന്നത്, എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണം. സോ വാട്ട് ഐ എം ട്രൈങ് ടു ബേസിക്കലി സേ ഇസ് ദാറ്റ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് ആക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്ട്രാക്ഷൻ പൊളിറ്റിക്സ് ആണ്. അത് അവരുടെ ആവശ്യമാണ്. കാരണം ഇപ്പം ഈ ഒരു ഇറ്റ് ബ്ലൂ അപ്പ് ഇൻ ദർ ഫേസ്, ഈ ഒരു ഇലക്ടോറൽ ബോണ്ട് സ്കാം. SBI കളിച്ച കളി, ഐ മീൻ ഇത്രയൊന്നും SBIന് ആക്ച്വലി കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ ഇറക്കിയ ഡോക്യുമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ SBI വർക്ക് ചെയ്തൊരു
ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് വരെ വളരെ ക്ലിയർ ആയിരുന്നു. പിന്നെ സുപ്രീം കോടതി റിയലി ഹാവ് ടു കം ഡൗൺ ആൻഡ് സേ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നതിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ, ശ്രദ്ധ തിരിക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു ബിഗ് ഷോട്ടിനെ എടുക്കാം എന്ന് BJP തീരുമാനിക്കുകയാണോ? അങ്ങനെ ഒരു ശ്രദ്ധ തിരിക്കലിന് വേണ്ടി മാത്രമായിട്ട് വലിയൊരു ഗെയിം എടുക്കുമോ അവർ? കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ചില്ലറ പ്രതികരണമൊന്നും അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പലതരത്തിലുള്ള ബാക്ക് ഫയറിംഗ് സാധ്യതകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഇതൊരു കേവലമായ ശ്രദ്ധ തിരിക്കലാണോ അതോ അത് ഫിനിഷ് ചെയ്യുക എന്നുള്ള പ്ലാനിന്റെ ഭാഗമാണ്? കാരണം നമ്മുടെ പരമ്പരാഗത പാർട്ടികൾ പോലെ ഒന്നല്ല ഇത്. പരമ്പരാഗത പാർട്ടികൾക്ക് മേൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ചൊരിയാം, പലതരത്തിൽ അവയെ തകർക്കാൻ കഴിയും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് കുറച്ചുകൂടി ആളുകൾക്കിടയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു മൂവ്മെന്റ് ആണ്. സോ അതിനെ തുടക്കത്തിലെ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ അത് പണിയാവാൻ പോകുന്നത് BJPക്ക് ആണെന്ന് BJP സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായും. അത് പ്രധാനമന്ത്രി മാത്രമല്ല, ഹോം മിനിസ്റ്ററിന് പോലും ഇത് നല്ലോണം അറിഞ്ഞിട്ട് തന്നെയാണ് ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ ഒരു തിയേറ്റർ മാതിരി പ്ലേ ആവുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അവർക്ക് നല്ലോണം അറിയാം. കാരണം ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അതായത് രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഇപ്പം ജാർഖണ്ഡിലത്തെ ഹേമന്ത് ഇസ് ഓൾറെഡി ഇൻ ജയിൽ. അപ്പോ അവിടുത്തെ ഇപ്പം കോൺഗ്രസിന് ഇറങ്ങാൻ പറ്റുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ വെറും പാർട്ടി എന്നുള്ള രീതിയിലല്ല, ഇന്ത്യ ബ്ലോക്കിലത്തെ ചെറിയ പാർട്ടികൾക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. നേരത്തെ സൂചിപ്പിച്ച മാതിരി ജനാധിപത്യത്തിന്റെ മുകളിൽ അറ്റാക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം പ്രസ് കോൺഫറൻസിൽ സോണിയാഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞ മാതിരിയും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമാണ്. കാരണം മൈ ആക്ച്വൽ ക്വസ്റ്റ്യൻ ഇസ് ജനാധിപത്യം ഉണ്ടോ എന്ന് തന്നെയാണ് എന്റെ ചോദ്യം. കാരണം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. IT ആണെങ്കിലും CBI ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഡെമോക്രറ്റിക് ഇൻഡിപെൻഡന്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മുകളിലാണ് അറ്റാക്ക് നടക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ എനിക്കിങ്ങനെ സൂചിപ്പിക്കാനുണ്ടായിരുന്നു. അതായത് ഇലക്ടോറൽ ബോണ്ട്സും ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരു റിപ്പോർട്ടുണ്ട് ഓഫ് പോവർട്ടി, അത് തമ്മിൽ നല്ല ബന്ധമുണ്ട്. ദർ ഇസ് ഹ്യൂജ് അമൗണ്ട്സ് ഓഫ് പോവർട്ടി ഇൻ ദിസ് കൺട്രി. അപ്പോൾ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നതിൽ അതിന്റെ ആ ഒരു ബാക്കില് ഈ കോഴ മാത്രമല്ല, ദർ ഇസ് എക്സ്റ്റോർഷൻ, ദർ ഇസ് ബുള്ളിയിങ്, ദർ ഇസ് മലയാളത്തിൽ പറയാൻ കഴിയുന്ന സംഗതി ഇലക്ട്രൽ ബോണ്ടിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം തർക്കമില്ല. നേരത്തെ മാം സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് വലിയ തോതിൽ മനുഷ്യർ ഗ്രൂപ്പ് ഉള്ളപ്പോഴാണ് ഭരണകക്ഷി ഇങ്ങനെ കൂടി വാരി ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ള കാരണം വേറൊന്നുമല്ല. അദാനിയുടെ പേര് ശരിയാണ്, നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ വേദാന്തയുണ്ട്, ഒരുപാട് മൈനിങ് കമ്പനീസ് ഉണ്ട്. ഈ മൈനിങ് കമ്പനീസ് പേരുകളില്ല എന്ന് പറയുമ്പോൾ ഡാറ്റ മാനിപ്പുലേഷന് കുപ്രസിദ്ധി ആർജിച്ച ഒരു കാലവും കൂടിയാണ് ഇതെന്നത് പ്രത്യേകമായി പറയേണ്ട സംഗതിയാണ്. നിജേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിപ്പോൾ നോക്കൂ, അഴിമതിക്കെതിരായിട്ട് നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടി വലിയ തോതിലുള്ള ലീഗലൈസ്ഡ് ആയിട്ടുള്ള അഴിമതി നടത്തിയതിൻ്റെ വിവരം പുറത്തു വരികയാണല്ലോ. ഈ സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയാണിത്. എന്ന് വെച്ചാൽ നേരത്തെ എക്സ്റ്റോർഷൻ എന്ന് പറയാവുന്ന ഒരു സംഗതി, അതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയോ കെജ്രിവാളിൻ്റെ അറസ്റ്റ് കൊണ്ട്? അതിൽ അവർ വിജയിച്ചോ? ഡൈവേർട്ട് ചെയ്യാൻ ഒരു ദിവസം പറ്റി. പക്ഷേ ആത്യന്തികമായി ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പിറകോട്ട് കൂടിയാണ്. ഇപ്പോൾ അസം മുഖ്യമന്ത്രിയെ പറ്റി വീണ്ടും ചർച്ച വരുന്നു. ഒരു ഘട്ടത്ത് ശാരദാ ചിട്ടി ഫണ്ടിൽ കിടന്ന് ഉഴലുന്ന അവിടുത്തെ ഒരു കുടിവെള്ള പദ്ധതിയിൽപ്പെട്ട് കോടിക്കണക്കിന് രൂപ അഴിമതിയുണ്ടാക്കിയ ഒരാൾ ഒറ്റയടിക്ക് വിശുദ്ധനാക്കപ്പെടുന്നു. എന്താ കാര്യം? അത് BJP ആയതുകൊണ്ടാണ്. അമരീന്ദർ സിംഗ് കോൺഗ്രസിലുള്ള സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ BJPയിലെത്തി. ഒരു പ്രയാസവുമില്ല, പ്രശ്നവുമില്ല. പ്രേമ ഖണ്ഡു അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, കോൺഗ്രസിലുള്ള സമയത്ത് ആരോപണങ്ങൾ കൊണ്ടൊരു ശരം BJPയിലെത്തി. സേഫാണ്. ഛഗൻ ഭുജ്ബൽ സേഫാണ്. അശോക് ചവാന്റെ ഏറ്റവും രസകരമായി അദ്ദേഹം സോണിയാഗാന്ധിയെ കണ്ടു പറയുകയാണ്, എനിക്ക് ഇനി സായന്തനത്തിൽ ജയിലിൽ കിടക്കാൻ പറ്റില്ല, അതുകൊണ്ട് മേഡം ഞാൻ തൽക്കാലം പോവുകയാണ്. മകൾക്കെതിരെയുള്ള കേസ് 50 ലക്ഷത്തിന് മുകളിലാണ് ED കേസ്. ഒറ്റയടിക്ക് 50 ലക്ഷം 5 ലക്ഷമായി മാറി. ED കേസ് ഇല്ലാതായി. പ്രഫുൽ പട്ടേൽ 1600 കോടി രൂപയുടെ കേസ്, ഒരു ദിവസം കൊണ്ട് ആ കേസുമില്ല, ഒന്നുമില്ല. ദിഗംബർ കാമത്ത് ഗോവ കേസ്, കോടിക്കണക്കിന് രൂപയുടെ കേസ്, ഒരു ദിവസം കൊണ്ട് ആ കേസ് ഇല്ലാതായി. അങ്ങനെ ഒരു ഛഗൻ ഭുജ്ബൽ, ഒരുപാട് ആളുകൾ, സുവേന്ദു അധികാരി, ഇങ്ങനെയൊക്കെ ഇന്ത്യ രാജ്യത്ത് അഴിമതിയാണ് എന്ന് BJP പറഞ്ഞ ഒരുപാട് ആളുകൾ ഒരു ദിവസം കൊണ്ട് BJPയിൽ എത്തുന്നു, ക്ലീൻ ആകുന്നു.
ഇനി 1698 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP അക്കൗണ്ടിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പിൽ ഒന്നുകിൽ CBI അല്ലെങ്കിൽ IT അല്ലെങ്കിൽ EDയുടെ റെയ്ഡ്. ഇത് കഴിഞ്ഞാൽ നേരെ എന്താണ് കോടിക്കണക്കിന് രൂപ BJP അക്കൗണ്ടിനകത്തേക്ക് വരുന്നു. എന്നിട്ട് എന്താണ് ഒരു കുപ്പായം ഇടിച്ചുകൊണ്ട് നരേന്ദ്രമോദി നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ബോളിവുഡ് ആക്ടറെ പോലെ അഴിമതിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നെഹ്റുവിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്ദിരാഗാന്ധിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, രാജീവ് ഗാന്ധിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു നെറേറ്റീവ് അഴിമതിക്കെതിരാണ് ഞങ്ങൾ എന്ന് പറയുന്നു. പച്ചയ്ക്ക് അഴിമതിയുടെ മുകളിൽ നിന്ന് എന്താ പറയുക വളർന്നു വന്ന് ഭീമാകാരമായ ഒരാൾ. ഇനി മറുഭാഗം നമ്മൾ അതുകൂടി ഇന്ത്യയുടെ ജനാധിപത്യം പറയുന്ന സമയത്ത് പേടിക്കണം. ഒന്ന് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായി 2-2.5 പതിറ്റാണ്ടായിട്ട് ഭീതിതമായ ഒരവസ്ഥ, ഒരാൾക്കും അഭിപ്രായം പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ. BJP ചെയ്ത മറ്റൊരു ലൈനാണ് പേടിപ്പിച്ചുകൊണ്ട് പണം കയ്യിലുണ്ട്, എന്തു ചെയ്യാം, ഞങ്ങൾ എന്തു ചെയ്യും, ബലാത്സംഗ കേസിലെ പ്രതിയെ വരെ ഇന്ത്യയുടെ എല്ലാ നിയമത്തിനെയും കാറ്റിൽ പറത്തി വിട്ടയക്കാനുള്ള പവർ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചു നിർത്തുന്നു. മണിപ്പൂരിൽ അത് ആവർത്തിക്കപ്പെടുന്നു. BJP വീണ്ടും വന്നാൽ ഇത് വളരെ പറയുന്നു, ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതും. മാറ്റി എഴുതുന്ന അവസ്ഥയിലാണ് 141 MP-മാരെ ഇന്ത്യയുടെ ലോക്സഭയ്ക്കകത്തുനിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തി ചർച്ച അനുവദിക്കാതെ ഏകപക്ഷീയമായി നിയമം പാസ്സാക്കിയത് ഇന്ത്യയുടെ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇന്ത്യ ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരത്തെ പല ചർച്ചകളിൽ നമ്മൾ പറഞ്ഞു കോൺഗ്രസിന്റെ ഒരു പിടിവാശിയുണ്ട്. നമ്മളെ സംബന്ധിച്ചൊരു പ്രതിപക്ഷത്തെ അണിനിരത്തുന്നത് അത് കേവലം പ്രതിപക്ഷത്തിനെ ശാക്തീകരിക്കാനുള്ള അവസരമായി ഈ ഓരോ സന്ദർഭവും വന്ന് ഭവിക്കുകയാണെന്ന് കൂടിയാണ്. ശ്രീ കൃഷ്ണദാസ്, ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതിന്റെ ഭാഗമായിട്ടുള്ള കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും ഒക്കെ അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ വിഷയമായ ഈ ഇലക്ട്രൽ ബോണ്ടും അതുവഴി നിങ്ങൾക്ക് കിട്ടിയ പണവും നിങ്ങൾക്ക് പണം തന്ന കരിമ്പട്ടിക കമ്പനികളും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ്? നിഷാദെ, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി കുറേ അധികം നേതാക്കന്മാരുടെ പേര് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് അവരെല്ലാം BJP ആയതോടുകൂടി അവർക്കെതിരെയുള്ള എല്ലാ കേസുകളും ഇല്ലാതെയായി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ പേരുകളെല്ലാം കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത്, കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്ന സമയത്ത് അവരെല്ലാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആളുകളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് BJP ആയപ്പോൾ കേസില്ലാതെയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിനീതമായി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ UDF ഭരിച്ചിരുന്ന സമയത്ത് കേരളത്തിലൊരു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ മത്സരിക്കുന്ന ചില MP-മാരടക്കമുള്ള ആളുകൾ, കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ഇപ്പോൾ മത്സരിക്കുന്ന ചില ആളുകൾ അടക്കമുള്ള ആളുകൾ, LDF-ലെ ഇപ്പോഴിരിക്കുന്ന ചില മന്ത്രിമാർ, അവരടക്കമുള്ള ആളുകൾക്കെതിരെ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ടും ഒരു കേസും ഒരു ആരോപണവും എല്ലാം ഉയർന്നത്. അതിൽ CBI ഇവരെയെല്ലാം അവർക്കെതിരെ നടന്നിട്ടുള്ള കേസുകളെല്ലാം ദുരാരോപണമാണ്, അവർക്കെതിരെ തെളിവുകളില്ല, അവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ആരോപണമാണ് എന്ന് പറഞ്ഞ് CBI അവരെല്ലാം കുറ്റവിമുക്തരാക്കുന്ന തരത്തിൽ ചാർജ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ? അന്വേഷണ ഏജൻസികൾ അവരെ വേട്ടയാടിയെന്നാണോ, അത് CBI അവരെ വെറുതെ വിട്ടത് ശരിയായില്ല എന്നാണോ, അതോ ആ മുൻ കോൺഗ്രസ് നേതാക്കന്മാരെയും നിലവിലത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം CBIയുടെ ഔദാര്യത്തിൽ BJPയുടെ ഔദാര്യത്തിൽ രക്ഷപ്പെട്ടു എന്നാണോ? ആ നിലപാടൊന്ന് വ്യക്തമാക്കട്ടെ. അപ്പൊ BJPക്കെതിരെ നിങ്ങൾ ഒരു ഭാഗത്ത് ആരോപണം ഉന്നയിക്കുകയും മറുഭാഗത്ത് അതിന്റെ നിലപാട് നിങ്ങൾക്ക് ഹിമന്ത ബിശ്വ ശർമ്മക്കെതിരെ കർശനമായ നിലപാടുണ്ടായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ CBI അന്വേഷണം വേണം, അഴിമതിക്കാരനാണ്, നിങ്ങൾക്ക് ഗുരുതര ആരോപണം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ ശാരദാ ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് സുവേന്ദു അധികാരിയുടെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് നിലപാടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നാരായണ റാണയുടെ കാര്യത്തിൽ നിലപാടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അജിത് പവാറിനെതിരായിട്ട് നിലപാടുണ്ടായിരുന്നു. നാഷണലിസ്റ്റ് കറപ്ഷൻ പാർട്ടിയാണെന്ന് NCP വിളിച്ചവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് നിലപാടില്ലേ? നിഷാദെ, അങ്ങ് സൂചിപ്പിച്ച സമയത്തും കോൺഗ്രസിന്റെ പ്രതിനിധിയും ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയും പറഞ്ഞ സമയത്തും ബഹുമാനപ്പെട്ട ആഭ മുരളീധരൻ പറഞ്ഞ സമയത്തുമെല്ലാം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നിങ്ങൾ ഘോരഘോരം പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിയിട്ടുള്ള പാർട്ടി BJP മാത്രമല്ല, അതൊരു നിയമ സംവിധാനത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒരുപക്ഷെ ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിയമപരമായി SBI വഴി നടന്നിട്ടുള്ള ഒരു നടപടിക്രമമാണ്. നിങ്ങളുടെ സൗകര്യത്തിലുണ്ടാക്കിയ നിയമമല്ലേ, അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിന് പൈസ വാങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമല്ലേ? ആ നിയമം നിയമപരമല്ലെന്നും ഭരണഘടനാപരമല്ലെന്നും പറഞ്ഞ് കോടതി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബോണ്ടുകൾ ആദ്യം സറണ്ടർ ചെയ്യും, എന്നിട്ട് വർത്താനം പറയും.
അല്ലല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബോണ്ടുകൾ ആദ്യം ഞങ്ങൾ ശരത്ചന്ദ്ര റെഡ്ഡിയിൽ നിന്ന് എന്റെ മിസ്റ്റർ കൃഷ്ണദാസ് ശരത്ചന്ദ്ര റെഡ്ഡിയിൽ നിന്ന് 34 കോടി രൂപ നിങ്ങൾ തമ്മിലുള്ള തർക്കമാക്കല്ലേ? നിങ്ങൾ തമ്മിലുള്ള തർക്കമാക്കിയാൽ വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ തമ്മിലുള്ള തർക്കമാക്കിയാൽ വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് അല്ല പ്ലീസ് അല്ലല്ല എനിക്ക് പ്ലീസ് ബി ജെ പിയിൽ നിന്നാണ് ഇപ്പോൾ ആൻസർ വേണ്ടത്. ശ്രീ കൃഷ്ണദാസ്, നിങ്ങളുടെ സൗകര്യത്തിന് ഉണ്ടാക്കിയ ഒരു നിയമമാണ് പണമടിക്കാൻ. ആ നിയമം ഈ രാജ്യത്ത് നടക്കില്ല എന്ന് ഈ രാജ്യത്തെ പരമോന്നത കോടതി തീർപ്പ് പറഞ്ഞതാണ്. അത് ഭരണഘടനാപരമല്ല എന്ന് പറഞ്ഞ് കോടതി എടുത്ത് അറബിക്കടലിൽ കളഞ്ഞ സാധനമാണ്. ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾക്കാണ് പണം അധികവും കിട്ടിയത്. നിങ്ങൾക്കാണ് 75% പൈസയും കിട്ടിയത്. അതെങ്ങനെയാണ്? ഏജൻസികളെ ഉപയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തി നിങ്ങൾ പൈസ പിരിച്ചു എന്ന് കണക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് നിയമപരമായി ഞങ്ങൾക്ക് താനേ ഒഴുകി വന്നത് ഞങ്ങൾ കരയിലിരുന്ന് പിടിച്ചു എന്നൊന്നും പറയല്ലേ. 60% വരുന്ന എംപിമാരും MLA-മാരുള്ള പാർട്ടിയാ BJP. അങ്ങനെയല്ലെന്ന് നിഷാദേ, നിങ്ങൾ ജനാധിപത്യത്തെ കാണാതെ പോലെ ഈ രാജ്യത്തുള്ള 60%-ലധികം വരുന്ന MLA-മാരും MP-മാരും ഉള്ള പാർട്ടിയാണ് BJP. അപ്പൊ BJPക്ക് നിങ്ങൾ പണം കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആനുപാതിക അടിസ്ഥാനത്തിൽ നോക്ക്. അല്ല, ആനുപാതികം മാത്രമല്ല ഞാൻ പറയുന്നത്. ആനുപാതികത്തിന്റെ പ്രശ്നം മാത്രമല്ല ഇത്. നിങ്ങൾക്ക് പൈസ കിട്ടിയതിന്റെ കണക്കെടുക്കുമ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികൾ കരിനിഴലിൽ നിൽക്കുന്ന കമ്പനികൾ അവരുടെ ഓഫീസുകൾ റെയ്ഡ് നടക്കുന്നു. റെയ്ഡിന് തൊട്ടു പിന്നാലെ അവർ ബോണ്ട് വാങ്ങിക്കുന്നു, നിങ്ങൾക്ക് പൈസ തരുന്നു, എല്ലാ നിയമ നടപടിയും അവസാനിക്കുന്നു. നിങ്ങൾ പിടിച്ചു പറിച്ചിട്ടുണ്ടെന്നാ ഞാൻ പറയുന്നത്. സോറി പറയാനേ പറ്റൂ വിശ്വാസ്, മറ്റൊന്നും നിങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ടാണ് ഏത് കമ്പനിയിൽ നിന്ന് ഞങ്ങൾ പിടിച്ചു പറിച്ചു എന്ന് പറയുന്ന ഒരാളുടെ ഇന്റർവ്യൂ നിങ്ങൾ കാണിക്കും. ഞാനതാ പറഞ്ഞത്. നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരുടെ വാക്ക് കേട്ടു നിങ്ങൾക്ക് വായിൽ തോന്നുന്നു പറയാമെന്നുള്ളതാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുള്ള ബോണ്ട് അവർ ആദ്യം കൊണ്ട് സറണ്ടർ ചെയ്യട്ടെന്ന്. DMK കിട്ടിയിട്ടുള്ള സറണ്ടർ ചെയ്യട്ടെ, ബാക്കി പാർട്ടികൾ കിട്ടിയിട്ടുള്ള സറണ്ടർ ചെയ്യട്ടെ. ഏത് പാർട്ടിയാ കിട്ടാത്തത്? എല്ലാ പാർട്ടികളും ആൾക്കാരാണ്. പണം കൊണ്ട് സറണ്ടർ ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾക്കെതിരെ വർത്താനം പറയാൻ വരട്ടെ. നിജേഷിന്റെ മറുപടി എന്താണ്? കൃഷ്ണദാസ്, നിങ്ങൾ വാങ്ങിയ ആളുകൾക്ക് ഇഷ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. നിങ്ങൾ സറണ്ടർ ചെയ്തു. ശരത്ചന്ദ്ര റെഡ്ഡി കൃഷ്ണദാസ് അങ്ങനെയല്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടിയെങ്കിൽ കത്തി കാണിച്ച് പണം പിരിക്കുന്നത് പോലെ നരേന്ദ്രമോദിയും നഡ്ഡയും അമിത്ഷായും ഇന്ത്യയിലെ കോർപ്പറേറ്റുകളോട് പണം പിരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വിറ്റതാണ്. മരണപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മരുന്ന് ഇല്ലാത്ത മരുന്ന് കൊടുത്ത് ആ കമ്പനികളോട് പണം വാങ്ങിയതാണ്. നിജേഷ് ഒരു കാര്യം കൂടി ഇത് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മേടിച്ചത് മാത്രമല്ല, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി പൈസ കൊടുത്തതിന് ശേഷം കോടാനുകോടിയുടെ കരാറ് കിട്ടിയ കമ്പനികളുണ്ട്. ആബയോട് സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ വിരൽ ചൂണ്ടുന്നതിന് പകരം നിങ്ങൾ വിരൽ എല്ലാ സ്ഥലത്തേക്കും ചൂണ്ട്. ശരി. അല്ല, നിജേഷ് മറുപടി വരട്ടെ. അല്ല കൃഷ്ണദാസ് മുഴുവൻ വിരൽ നിങ്ങൾക്ക് നേരെയാ, നിങ്ങളത് കാണ്. കൃഷ്ണദാസ്, ഇന്ത്യയിലെ ജനങ്ങളുടെ മൊത്തം വിരലും നിങ്ങൾക്ക് നേരെയാണ്. നിങ്ങൾ ഈ രാജ്യത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒറ്റ കാര്യം. ഞാൻ കൃഷ്ണദാസ, നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്ന വിശ്വാസെ ജൂൺ മാസം 30 വരെ സുപ്രീം കോടതി സമയം കൊടുത്താൽ ഇതൊന്നും നമ്മൾ പറയില്ലായിരുന്നു. നിങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചു. ഇലക്ട്രൽ ബോണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്ത് സിസോദിയയെയും അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരനായ ആ മൊഴി പോലും ഉണ്ടാക്കിയത് പണം കൊടുത്തുണ്ടാക്കിയതാ. കൃഷ്ണദാസെ, നിങ്ങള് ഈ എച്ചിൽ കഷ്ണങ്ങൾ താഴെ നിന്ന് ഇന്ന് ജീവിക്കുന്ന പരിമിത ജീവികളാണ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ വില മനസ്സിലാവില്ല കൃഷ്ണദാസെ. കാരണം നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയും ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ല, ഒരു ദിവസം പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. അന്ന് ഒരു ഉളുപ്പുമില്ലാതെ ബ്രിട്ടീഷുകാരന്റെ
ഷൂ നക്കിയ പാരമ്പര്യം നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ജനാധിപത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതേ പറയുന്നുള്ളൂ. മിസ്റ്റർ കൃഷ്ണദാസ്, ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുക, ഈ BJP-യുടെ അഴിമതി ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് പത്രം വായിക്കേ, നിങ്ങളൊന്ന് ചാനൽ കാണുക, ഈ രാജ്യത്തെ വാർത്തകൾ ശ്രദ്ധിക്കേ, ഒരു വാർത്തകൾ ശ്രദ്ധിക്കേ. വെറുതെ എന്തെങ്കിലും വൈകുന്നേരം വന്ന് വിളിച്ചു പറയാൻ വേണ്ടി ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. അത്രേ പറയാനുള്ളൂ. ശരി, നമ്മൾ ഡൽഹി അറസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ച കൂടിയാണ്. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ പോയിന്റ് വന്നു തോന്നുന്നു. ഞാൻ വീണ്ടും ഷൈബുവിലേക്ക് പോകണം. ഷൈബു പ്രതിപക്ഷത്തെ സംബന്ധിച്ചതൊരു അനിതര സാധാരണമായിട്ടുള്ള മൊമെന്റാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിനകത്തെ പലതരത്തിലുള്ള വിഘാതങ്ങളെക്കുറിച്ച്, പലതരത്തിലുള്ള അപശബ്ദങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിരുന്നു. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ ആകുലതകളെയും ആശയക്കുഴപ്പങ്ങളെയും ഇല്ലാതാക്കിയിട്ടുണ്ടോ? നിഷാദ, തുടക്കത്തിലും ഇതുപോലൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്. അതായത് ഞങ്ങൾ എങ്ങനെയാണ് ഈ ചലഞ്ചിനെ നേരിടുക എന്ന് ചോദിച്ചു. ഞാൻ അതിന് മാത്രം മറുപടി പറഞ്ഞു, മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോയില്ല. ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് അവസാനമാണ് എനിക്ക് അവസരം കിട്ടിയത്. ഒന്ന്, നേരത്തെ BJP നേതാവ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് മനീഷ് സിസോദിയ എങ്കിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിച്ച് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞു. അതിന് അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവരെ വിചാരണ തടവുകാരായിട്ടാണ് ജയിലിൽ കിടക്കുന്നത്. മാസങ്ങളായി ജയിലിൽ കിടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെയും വിചാരണ തടവുകാരനായി ജയിലിൽ ഇടാൻ, ഒരുപക്ഷെ 1-ലധികം വർഷം ജയിലിൽ ഇടാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. മനീഷ് ഞാൻ പറഞ്ഞോട്ടെ സാർ, എനിക്ക് അല്പം മനീഷ് സിസോദിയയുടെ കേസിൽ അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ജസ്റ്റിസ് കന്യയുടെ മുന്നിൽ സുപ്രീം കോടതിയിൽ പരിഗണിച്ചു. അദ്ദേഹത്തിന്റെ ജസ്റ്റിസ് കന്യയുടെ വിധിയിൽ അത് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ആർഗ്യുമെന്റ് അത് തന്നെയായിരുന്നു. വിചാരണ നടത്താതെ, അതായത് കുറ്റപത്രം കൊടുത്ത കേസ്, നമ്മൾ സാധാരണ ഒരു കേസ് അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി അതിന്റെ വിചാരണ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആ കുറ്റപത്രം കൊടുക്കുന്നത്. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നു, വിചാരണ തുടങ്ങുന്നു. പക്ഷേ ഇവിടെ വിചാരണ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ വിചാരണ 5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് കന്യയുടെ വിധി. ആ വിധിയുടെ അവസാനത്തെ പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പരമാവധി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരമാവധി 8 മാസം എന്നൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ പോയിന്റ് അതാണ്. അന്ന് ഈ കേസിന്റെ വാദത്തിന്റെ വേളയിൽ തന്നെ ജഡ്ജി ഒബ്സർവ് ചെയ്ത കാര്യമാണ്. ഇത് ഇപ്പൊ നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതൊരു വിചാരണയിൽ നിലനിൽക്കില്ല, 2 മിനിറ്റ് ഈ കേസ് കോടതിയിൽ നിൽക്കില്ല എന്നാ പറഞ്ഞു. അപ്പോൾ വിചാരണ നടത്താതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതാണ് ബിജെപിയുടെ പ്ലാൻ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്നിട്ട് നിരന്തരം കള്ളം ആവർത്തിച്ച് പറയാം. രണ്ടാമത്തെ പോയിന്റ്, അരവിന്ദ് കെജ്രിവാളിനെ ആദ്യം ചോദ്യം ചെയ്ത് മാസങ്ങൾക്ക് മുമ്പ് ചോദ്യം ചെയ്തത് CBI ആയിരുന്നു. CBIയുടെ നോട്ടീസിന് അദ്ദേഹം ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ചെയ്തു. അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചാണ് അദ്ദേഹത്തിനെതിരെ കേസ് ആദ്യം ചോദ്യം ചെയ്യൽ നടത്തിയത്. പക്ഷേ ആ കേസ് അനുസരിച്ച് അന്വേഷണം നടത്തണമെങ്കിൽ കിക്ക് ബാക്ക് കിട്ടി. അതായത് അദ്ദേഹം അധികാരത്തിലായിരുന്നു, അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും നടത്തിക്കൊടുത്തുവെന്നും അതിന് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിയെന്നും കോടതിയിൽ തെളിയിക്കണം. കാരണം ആ ആക്ട് അനുസരിച്ച് കേസെടുക്കാൻ അങ്ങനെ വേണം. എന്നാൽ അതിന് തെളിവില്ലാതെ വന്നപ്പോൾ, സാധിക്കാതെ വന്നപ്പോഴാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്, കള്ളപ്പണം നിരോധന നിയമം അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴാണ് ED വരുന്നത്. EDക്കുള്ള സവിശേഷ അധികാരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി, അതായത് തെളിവില്ലാത്തൊരു കേസിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ പൂട്ടാം, അതിനാണ് ED ഉപയോഗിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് EDയുടെ കേസിലാണ്. ഇത് രണ്ടാമത്തെ പോയിന്റ്. ഇനിയും BJP തീരെ ആത്മവിശ്വാസമില്ലാത്തൊരു സ്ഥിതിയിലാണ്, ഒരു അവസ്ഥയിലാണ് ഈ ഇലക്ഷൻ നേരിടുന്നത്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ഡൽഹിയിലെ 7 സീറ്റുകളിൽ BJPയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ന്യൂഡൽഹിയിൽ മീനാക്ഷി ലേഖിയാണ് സിറ്റിംഗ് MP. മീനാക്ഷി ലേഖി ഇത്തവണ മത്സരിക്കുന്നില്ല, അവർ പിന്മാറി, മറ്റൊരു സ്ഥാനാർത്ഥി ഇറക്കി. ഗൗതം ഗംഭീർ കഴിഞ്ഞ തവണ MP ആയി, ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആണ്, ക്രിക്കറ്റ് താരം, അദ്ദേഹം പിന്മാറി. സുപ്രധാന സീറ്റുകളിലൊക്കെ അവര് സ്ഥാനാർത്ഥികളെ, അവരുടെ MP-മാരെ പിൻവലിച്ച് പുതിയ ആളുകളെ ഇറക്കി. അപ്പോ BJPക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന കുറച്ച് സീറ്റുകളിൽ മാത്രമായിരിക്കാം, പക്ഷേ
AAPക്ക് എങ്ങനെയാണ് BJPയെ നേരിടേണ്ടതെന്ന് AAPക്ക് അറിയാം. അതായത് ഹിന്ദി ബെൽറ്റിൽ പലപ്പോഴും കോൺഗ്രസിന് പോലും ഹിന്ദി ബെൽറ്റിൽ BJPയുടെ നെറേറ്റീവുകളെ ഫോളോ ചെയ്ത് ആ വെട്ടിൽ വീണു പോകാറുണ്ട്. കേജ്രിവാൾ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് BJPയുടെ നെറേറ്റീവിന്റെ കുഴിയിൽ വീണു പോകാതെ എങ്ങനെയാണോ വളരെ ഇഫക്റ്റീവായി ഗുജറാത്തിൽ ഒറ്റ ഇലക്ഷൻ ഞങ്ങൾ 13% വോട്ടാണ് നേടിയത്. അപ്പോൾ എങ്ങനെയാണ് BJPയെ നേരിടേണ്ടതെന്ന് വളരെ നന്നായി കേജ്രിവാളിന് അറിയാം. അതാണ് കേജ്രിവാളിനെ ഭയപ്പെടാൻ കാരണം. പിന്നെ മറ്റേ 4ാമത്തെ പോയിന്റ്, അത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. അരവിന്ദോ ഫാർമ എന്ന കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ശരത് ചന്ദ്ര റെഡ്ഡി, അദ്ദേഹത്തിന്റെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. 2022 നവംബറിൽ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 5 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം 5 കോടി രൂപ ബോണ്ട് എടുക്കുന്നത്. ഞങ്ങളുടെ പോയിന്റ് ഇതാണ്. അദ്ദേഹം അരവിന്ദോ ഫാർമ BJPക്ക് നൽകിയതായി നമുക്കിപ്പോൾ രേഖകളിലുള്ളത് 50 കോടി രൂപയിലധികമാണ്. ആം ആദ്മി പാർട്ടിക്കെതിരായുള്ള, അതായത് കേജ്രിവാളിനെതിരെ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ആരോപണം 100 കോടി രൂപ വാങ്ങിച്ചു എന്നാണ്. ഞങ്ങളുടെ പോയിന്റ് ഇതാണ്. ഒരു തെളിവുമില്ല കേജ്രിവാളിനെതിരെ, ഒരു ഡോക്യുമെന്ററി തെളിവുമില്ല. പക്ഷേ 50 കോടി രൂപ ഓൾറെഡി വാങ്ങിച്ചു എന്ന്, ബോണ്ട് വഴി വാങ്ങിച്ചു എന്ന് തെളിവുള്ളവർക്ക് എങ്ങനെയാണ് ഇത് പ്രശ്നം ഉന്നയിക്കാൻ കഴിയാന്നാണ്. എന്തായാലും രാജ്യത്ത് വലിയ രാഷ്ട്രീയ ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ്. എന്റെ സമയം കഴിഞ്ഞു, ഞാൻ ഇടപെടുകയാണ്. ഷൈബു, നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ഇനി ഇരിക്കാൻ കഴിയും. ശ്രീമതി ആഭ എനിക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞില്ല. താങ്ക് യു ഷൈബു. ഒപ്പം തന്നെ കൃഷ്ണദാസ്, നിജേഷ്, ആഭ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്